ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പുതിയൊരു തുടക്കം, പുതിയൊരു നിറവ്, ഒരഭിഷേകത്തിൻ്റെ അഗ്നി നിറയപ്പെടുന്നുണ്ട്. മൂടപ്പെട്ടിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നുണ്ട്. അഗ്നിനാളമായി അവരുടെ ശിരസ്സുകൾ നവീകരിക്കപ്പെടുന്നു, ചിന്തകൾ പവിത്രീകരിക്കപ്പെടുന്നുണ്ട്. പുതിയൊരു തുടക്കത്തിൻ്റെ നന്ദി കുറിക്കലാണത്. ഇനി ഭയപ്പെട്ടിരിക്കുന്നവർക്ക് ധൈര്യമുണ്ട്. ഭാഷകൾ നഷ്ടപ്പെട്ടവർക്ക് ഇനി ഭാഷയുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നവർക്ക് ഇനി കൂട്ടുണ്ട്. മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നവർക്ക് ഇനി മനസ്സിലാക്കുന്ന ചൈതന്യമുണ്ട്. വിഭജിച്ച് നിൽക്കുന്നവർക്ക് ഇനി കൂട്ടായ്മകളുണ്ട്. പലപ്പോഴും നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നിടങ്ങളിൽ ഒരു കൃപയുണ്ടാവുന്നുണ്ട്. കർത്താവേ, ആത്മീയശക്തി ഇന്ന് ഞങ്ങളിൽ അനിവാര്യമായി മാറപ്പെടുന്നുണ്ട്. ഭാഷകളൊക്കെ പലപ്പോഴും അന്യമാകുമ്പോൾ, മനസ്സിലാക്കാൻ പറ്റാതെ പോകുമ്പോൾ, പരസ്പരം മനസ്സിലാക്കുവാനും പരസ്പരം പങ്കുവെക്കുവാനുമൊക്കെ സാധ്യമാകട്ടെ. പ്രാർത്ഥനയിൽ ഒന്നാകുന്നിടങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവുന്നുണ്ട്. ചിന്തകളൊക്കെ ഇനി അഗ്നിനാളങ്ങൾ കൊണ്ട് സ്ഫുടം ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പുതിയൊരു മനുഷ്യരായി രൂപപ്പെടുത്തുന്നുണ്ട്. തണുത്തുറഞ്ഞു പോകുന്ന ജീവിതങ്ങളിലേക്കൊരു ചൈതന്യത്തിൻ്റെ അഗ്നി ഉണ്ടാവുന്നുണ്ട്. ചുരുങ്ങിപ്പോകുന്ന ജീവിതങ്ങളിലേക്കൊരു വിശാലത രൂപപ്പെടുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന സ്നേഹത്തിൻ്റെ ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ പാകത്തിൽ കാരുണ്യത്തിൻ്റെ നിറവുണ്ടാവുന്നുണ്ട്. ഇനി അടഞ്ഞിരുന്ന ഭവനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുവാനും ധൈര്യത്തോടെ പ്രഘോഷിക്കുവാനും പ്രഭാഷണം നടത്തുവാനും സാധ്യമാകുന്നുണ്ട്. ചൈതന്യം ഇന്നും തീരാതെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കൊരാശ്വാസദായകനെ അയക്കുമെന്ന വാക്കുകൾക്ക് ഇന്ന് അർത്ഥം പകരുകയാണ്. സഭ ഇന്ന് തുടരുന്നതും ഈ ചൈതന്യത്തിൽ തന്നെയല്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു സുഹൃത്തായി മാറപ്പെടുന്നു, വഴികാട്ടിയായി രൂപപ്പെടുന്നുണ്ട്. ക്രിസ്തു ആരാകുന്നും ക്രിസ്തുവിൻ്റെ വഴികൾ എന്താണെന്നും വ്യക്തമാക്കി തരികയല്ലേ? ക്രിസ്തീയ ചൈതന്യം എന്താണെന്ന് ആത്മാവ് പഠിപ്പിച്ചു തരികയല്ലേ? നാം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന്, യഥാർത്ഥ വിജ്ഞാനവും വിവേകവും എന്താണെന്നും പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പ്രാർത്ഥനകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കേണ്ടത് ആത്മാവേ ഞങ്ങളെ തൊടണമേ, ആത്മാവേ ഞങ്ങളെ നിറയ്ക്കണമേ എന്നത് തന്നെയാണ്. അവനിങ്ങനെ അഗ്നിനാളമായി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, ചിന്തകൾ പവിത്രീകരിക്കപ്പെടുമ്പോൾ, കൃപകൾ കൊണ്ട് നിറയപ്പെടുമ്പോൾ നാം ഒരു പുതു മനുഷ്യരായി മാറപ്പെടുകയാണ്. ആത്മീയ ചൈതന്യം നമ്മളിൽ നിറയപ്പെടുന്ന അനുഭവത്തിൻ്റെ പേരാണ് പെന്തക്കോസ്ത. ഒരു പുതിയ മനുഷ്യരായി നമ്മൾ രൂപപ്പെടുത്തുന്ന സൽക്രിയയുടെ പേരാണ് പെന്തക്കോസ്ത. നമ്മളിലൊരു ചൈതന്യം ജീവിക്കുവാൻ, പ്രഘോഷിക്കുവാൻ, പ്രകീർത്തിക്കുവാൻ, പ്രതീക്ഷയോടെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അടയാളത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വീണ്ടും വീണ്ടും നിറഞ്ഞ് നമ്മളെ നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.